മുസ്ലിം ലീഗ് ഭരിക്കുന്ന വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ അഭിഭാഷകൻ സംഘപരിവാർ നേതാവായ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് തന്നെ. കൃഷ്ണരാജിനെ മാറ്റിയെന്ന ലീഗ് നേതാക്കളുടെ വാദം തെറ്റാണെന്ന് വ്യക്തമായി. ഹൈക്കോടതിയിൽ വഴിക്കടവിന് വേണ്ടി കൃഷ്ണരാജിന്റെ ഓഫീസിൽ നിന്നും ജൂനിയർ ഹാജരായി. മാത്രമല്ല, ഹൈക്കോടതി ലിസ്റ്റിൽ കൃഷ്ണരാജ് തന്നെയാണ് ഇപ്പോഴും വഴിക്കടവിന്റെ അഭിഭാഷകൻ. മുസ്ലിം ലീഗ് ഭരിക്കുന്ന വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ ഹൈക്കോടതിയിലെ അഭിഭാഷകനായി സംഘപരിവാർ നേതാവായ അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ നിയമിച്ചത് വിവാദമായിരുന്നു. കടുത്ത വർഗീയ നിലപാടുകാരനും മതന്യൂനപക്ഷ വിരോധത്തിന്റെ പേരിൽ കുപ്രസിദ്ധനുമായ കൃഷ്ണരാജ് എങ്ങനെ ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തിന്റെ അഭിഭാഷകനായി എന്നതായിരുന്നു ചോദ്യം. കൃഷ്ണരാജിനെ സ്റ്റാൻഡിംഗ് കൗൺസിൽ സ്ഥാനത്ത് നിന്നും മാറ്റി എന്ന് പ്രഖ്യാപിച്ചായിരുന്നു വിവാദത്തെ UDF അന്ന് മറികടന്നത്. എന്നാൽ ഈ പ്രഖ്യാപനം വസ്തുതാവിരുദ്ധമാണെന്ന് ഇന്ന് വ്യക്തമായി. ഹൈക്കോടതി കേസ് പട്ടികയിൽ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് തന്നെയാണ് ഇപ്പോഴും വഴിക്കടവിൻ്റെ അഭിഭാഷകൻ. കൃഷ്ണരാജിനെ മാറ്റാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ അക്കാര്യം ഹൈക്കോടതിയെ അറിയിച്ച് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുമായിരുന്നു. ചൊവ്വാഴ്ച ഹൈക്കോടതി പ്രസിദ്ധീകരിച്ച കേസ് പട്ടികയിലും വഴിക്കടവിൻ്റെ അഭിഭാഷകൻ കൃഷ്ണരാജ് തന്നെയാണ്. ജസ്റ്റിസ് CS ഡേസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിൽ ഷബീർ അലി വേഴ്സസ് വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് എന്ന കേസിൽ ഹാജരായതും അഡ്വക്കേറ്റ് കൃഷ്ണരാജിൻ്റെ ഓഫീസിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ജൂനിയർ തന്നെയാണ്. കൃഷ്ണരാജിനെ മാറ്റി എന്ന ലീഗ് നേതൃത്വത്തിൻ്റെ അവകാശവാദം തെറ്റാണെന്ന് ഇതോടെ വ്യക്തമായി. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ ഉൾപ്പെടുന്ന പഞ്ചായത്താണ് വഴിക്കടവ്. അണികളുടെ എതിർപ്പ് തണുപ്പിക്കുന്നതിനായി അഭിഭാഷകനെ മാറ്റി എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു മുസ്ലിം ലീഗ് നേതൃത്വം എന്ന് ഇതോടെ വ്യക്തമായി. സാലി മുഹമ്മദ്, കൊച്ചി.